സുഹൃത്തുക്കളെ, ഈ വീഡിയോ നോക്കിക്ക്. രണ്ട് വ്യക്തികളവിടെ കാണുന്നുണ്ടല്ലേ, രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പുള്ളിക്കാരനാണെങ്കിലോ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ആ പുള്ളിക്കാരൻ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മറ്റു വ്യക്തിയാണെങ്കിലോ 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ വേറെ പരിപാടികളൊന്നും ചെയ്യുന്നതുമില്ല. ആ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഈ രണ്ടുപേരും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടുനോക്കി ഈ വീഡിയോ അവസാനം വരെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? അതിൽ ആ ഒരു പുള്ളിക്കാരൻ വെറുതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും മറ്റേ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ അവൻ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ. ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യാനുള്ളത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലാതെ വെറുതെ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യാനുള്ളത്. പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അത് കണക്കിന് നമുക്കൊരു ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും വേണം, അതിനുവേണ്ടി കഷ്ടപ്പെടുകയും വേണം. അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ദൈവം എനിക്കൊന്നും തന്നില്ല, ദൈവം എന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.